ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഇതിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടെത്തി കൊണ്ടുവരുന്നത്. ഈ ചിക്കൻ മസാല ആയാലും സാമ്പാറായാലും അത് നമ്മൾ യൂട്യൂബിൽ 3-4 കുക്കറി ഷോകളിലൊക്കെ അതിലെത്ര ഗ്രാം അതൊക്കെ വെച്ചിട്ടാണ്. പിന്നെ കഴിഞ്ഞ തന്നില്ല ആ സാധനം താട്ട എന്ന് പറഞ്ഞ് ആയി മൗത്ത് പബ്ലിസിറ്റി ആയി വരാൻ എടുത്തത് ഒരു 3 വർഷമെങ്കിലും ചുരുങ്ങിയത് എടുത്തിട്ടുണ്ടോ. ഏകദേശം ഒരു 30 കിലോ മുളകിലാണ് നമ്മൾ കച്ചവടം തുടങ്ങുന്നത്. അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് ഫസ്റ്റ് വന്നിട്ട് പാക്കിങ്ങിന് വന്നത് തന്നെ. നമ്മളെ മധ്യ കേരളത്തിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയ കമ്പനീസിൻ്റെ അടുത്ത്. ഞങ്ങൾ നല്ല രീതിക്ക് യുദ്ധം വെട്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഏകദേശം 4500 കൗണ്ടറിലേക്ക് ഡയറക്റ്റ് സപ്ലൈ ആണ് മുസ്ലിം. നമ്മുടെ ലൈഫിനെയും നമ്മുടെ ഭക്ഷണത്തിനെയും ഒരുപോലെ സ്പൈസ് അപ്പ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഇന്ന് മൈ ബ്രാൻഡ് മൈ പ്രൈഡിൽ എൻ്റെ കൂടെ ഉള്ളത്. മുസ്രി സ്പൈസസ് ആൻഡ് അതിൻ്റെ ഫൗണ്ടേഴ്സ് റിജാസ് ആൻഡ് റുമൽ. വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. രണ്ടുപേരും കൂടെ നോക്കിക്കണ ഞാനിപ്പോ രണ്ടാളെയും കൂടെ തിന്നുന്നുള്ള അവസ്ഥയിലാണ് നോക്കിക്കുന്നത്. എവിടെ നിന്ന് വെട്ടി വരും ആലോചിക്കാണ് അല്ലേ? ഓക്കെ, മുസ്രി സ്പൈസസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ സ്പൈസസ് ആണെന്ന് രജിസ്റ്റർ ആയി. ഓക്കെ, ഈ മുസ്രിസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ മറ്റേ പൈതൃകവുമായിട്ട് ഭയങ്കര ബന്ധമുള്ള, അതായത് കേരളത്തിലെ സ്പൈസസിൻ്റെ സ്ഥലം എന്ന് പറയുന്ന സ്ഥലമാണല്ലോ. നിങ്ങൾ രണ്ടുപേരും കൊടുങ്ങല്ലൂർക്കാരാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർക്കാരായതുകൊണ്ട് സ്പൈസസ് തുടങ്ങിയതാണോ അതോ ബിസിനസ് ഈ പൈതൃകമായിട്ട് ബിസിനസ്സുകാരായതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം, ഇതിൻ്റെ ഒരു യാത്ര? നല്ല ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈവൻ വർക്കാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഏതൊരു സംഭവത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അഭിവാജ്യ ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റി ഫുഡാണ് വരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റണത് നല്ല ടേസ്റ്റ് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും റിലേറ്റഡ് സ്ഥലത്ത് പോകാമെന്നാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റിലേറ്റ് ചെയ്ത് നമ്മളൊന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ഏറ്റവും നല്ലത് സ്പൈസസിൻ്റെ പരിപാടി എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു തോട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ബേസിക് ആയിട്ടുള്ള ഈ പറഞ്ഞ മുളക് പൊടി, മുളക് എടുക്കാൻ ആ ഒരു സംഭവത്തിലേക്ക് ലാസ്റ്റ് വന്ന് ലാൻഡ് ചെയ്തത്. അങ്ങനെയാണ് മുളകെടുക്കാൻ പോകുന്നത്. നമ്മള് ഒരു ഏകദേശം ഒരു 30 കിലോ മുളകിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് ഫസ്റ്റ് വന്നിട്ട് പാക്കിങ്ങിന് വന്നത് തന്നെ. ആ 30 കിലോത്തിൽ നിന്നിട്ട് ഇന്ന് നമുക്ക് ഏകദേശം ഒരു ദിവസം തന്നെ ഒരു 2 ടൺ കപ്പാസിറ്റിയിലേക്ക്, സെല്ലിംഗ് കപ്പാസിറ്റിയിലേക്ക് നമ്മൾ മുസ്രിസ് മാറിക്കഴിഞ്ഞു. എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഇടണമെന്നുണ്ടായിരുന്നു, നമ്മളതായ ഒരു സിഗ്നേച്ചർ നമുക്ക് ഇടണമെന്നുണ്ടായിരുന്നു. നമ്മൾ വളരെ ചെറിയ രീതിക്ക് തുടങ്ങിയതാണ് ഈ മുസ്രിസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം. വളരെ ചെറിയ രീതിക്ക് നമ്മളൊരു വീടിൻ്റെ അടുക്കളയിൽ നിന്ന് തുടങ്ങിയെന്ന് പറയാം. അവിടെ നിന്ന് അതൊരു ചെറിയ റൂമിലേക്കായി ഇപ്പോൾ ഒരു 5000-6000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞു ഇപ്പോൾ മുസ്രിസ്. ഇത് ഇപ്പോൾ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതിന്റെ ഒരു ബേസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലമല്ലേ സ്പൈസസ്. അപ്പൊ നിങ്ങൾ വളർന്നിട്ടുള്ള ഈ സ്പൈസസിന്റെ ഇടയിലാണ്. എത്രയൊക്കെ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോഴാണല്ലോ ഇതിന്റെ ബുദ്ധിമുട്ടുകളും സ്ട്രഗിളുകളും ഒക്കെ മനസ്സിലാക്കുക. മുസ്രി സ്പൈസസ് തുടങ്ങി ഈ പറഞ്ഞ പോലെ 30 കിലോ മുളകിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതിന്റെ ആ യാത്രയിൽ നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിയിട്ടുള്ളത് എപ്പോഴാണ്? ഒരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ ചെല്ലാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടുന്ന സാധനം റിജക്ഷൻ ആണ്. അത് അതും ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ സ്പൈസസ് എന്ന് പറഞ്ഞ സംഭവം. കാരണം അവനും വീട്ടിൽ പൊടിച്ചിട്ടാണ് വീട്ടിൽ കറിക്ക് യൂസ് ചെയ്തത്. നമ്മൾ നാട്ടുമ്പുറം ഏരിയ നമ്മുടെ ഭാഗത്തൊക്കെ യൂഷ്വലി അങ്ങനെയാണ് നടന്നു വരുന്നത്. പിന്നെയും അവർ പ്രിഫർ ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ മില്ലിൽ നിന്ന് പൊടി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അടുത്ത ചോയ്സ് അവർ അതെ, ഫ്രഷ് ആയിട്ട്. അതാണ് 2 ഓപ്ഷൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അങ്ങനെ അപ്പം ആ ഒരു ടൈമിൽ എന്തിനു നമ്മളെ സാധനം വാങ്ങിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അത് യൂഷ്വലി നമ്മളും ആ സമയത്ത് ചോദിച്ചതാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ആൾക്കാർക്ക് കാണുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് നമ്മുടെ സാധനം കൊടുത്താൽ നമുക്ക് ക്വാളിറ്റി കാണിച്ചിട്ടെങ്കിലും ആ സെല്ലിങ് കാണിക്കാൻ കഴിയുമല്ലോ. സാധാ കവറിലാണ് നമ്മൾ ആദ്യം കച്ചവടം തുടങ്ങുന്നത്. ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ നോർമൽ. പിന്നെ അത് ഒരു സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ജോലിക്കാരെണ്ണം കൂടി ഇതൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഓർഡറിനനുസരിച്ചിട്ട് ഈ കവർ വെച്ചിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണില്ല. എന്നുവെച്ചാൽ ഓർഡർ എത്തിക്കാൻ പറ്റാത്തൊരു ഇതിലേക്ക് മാറി. കാരണം ഇന്ന് ഓർഡർ വന്നാൽ നമുക്ക് ചിലപ്പോൾ അടുത്ത ആഴ്ച കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അത്രക്കും സ്പീഡിലാണ് ഈ സാധനം പോയിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം നമ്മൾ ആ ടൈം ആയപ്പോൾ തന്നെ പടിഞ്ഞാറൻ മേഖല എന്ന് പറയും, കോസ്റ്റൽ ഏരിയ എന്ന് വെച്ചാൽ അഴീക്കോട് അല്ലെങ്കിൽ വൈപ്പിൻ തൊട്ടിട്ട്
പൊന്നാനി വരെയാണ് നമുക്ക് നമ്മളൊരു ബാക്ക് ബോൺ എന്ന് പറയാം മുസ്ലിസിൻ്റെ. കാരണം ആൾക്കാർ അവിടെ ഏറ്റവും കൂടുതൽ ഈ മത്സ്യത്തൊഴിലാളികളും അതിനോടനുബന്ധമായിട്ട് നന്നായി മത്സ്യം കഴിക്കുന്ന ആൾക്കാരാണ് ഈ പടിഞ്ഞാറൻ മേഖലകളിലുള്ളത്. ഇവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടിയും നല്ല കളറുള്ള മുളക് പൊടിയും വേണം. മുസ്ലിസ് അതാണ് കൊടുത്തിരുന്നത്. നല്ല ഐറ്റം, അതും ഫ്രഷാണ്. എപ്പോഴും പൊടിച്ചപ്പം തന്നെ നേരെ കടകളിലേക്ക് പോകണേണ് മുസ്ലിസിൻ്റെ മുളക് പൊടികൾ. ഒരിക്കലും കഴിഞ്ഞ മാസം പൊടിച്ച് വെച്ചതോ കഴിഞ്ഞ ആഴ്ച പൊടിച്ച് വെച്ചതോ എപ്പോഴും ഫ്രഷ് പൊടിച്ചിട്ടാണ് നമ്മളെപ്പോഴും കടകളിൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഉപയോഗിക്കുന്ന ഒരു വീട്ടിലേക്ക് ഫ്രഷ് സാധനമാണ് ചെല്ലണത്. എല്ലാ വീക്കിലിയും മുസ്ലിസിൻ്റെ പ്രൊഡക്റ്റ് കടകളിലേക്ക് എത്തും. വീക്കിലിയാണ് സപ്ലൈ നടക്കുന്നത്. അപ്പോൾ വെച്ചാൽ ഒരാഴ്ച 2 ആഴ്ച ഗ്യാപ്പിനുള്ളിൽ പൊടിച്ചിട്ട് മുസ്ലിസിന് മുളക് പൊടിയോ അല്ലെങ്കിൽ മുസ്ലിസിൻ്റെ ഏത് മസാല ആയാലും വീട്ടുകളിലേക്ക് എൻ്റെ കസ്റ്റമറിലേക്ക് എത്തണേണ്. അപ്പോൾ അവരത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവണം. വേറൊരു ബ്രാൻഡിൻ്റെ പൗഡറും മുസ്ലിസിൻ്റെ പൗഡറും തമ്മിലുള്ള വ്യത്യാസം വരുന്നതാണ്. അവർ വീട്ടിൽ പൊടിക്കുന്നതിനെക്കാട്ടിയും ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഇവർക്ക് കിട്ടി തുടങ്ങണത്. ഇത് ഈ ഇത്രയും, അതായത് ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പോലും പറ്റാത്തടത്തോളം ഓർഡർ ആവാൻ എത്ര വർഷം എടുത്തു? ഒരു ഏകദേശം 3 വർഷം എടുത്തിട്ടുണ്ടാവും മുസ്ലിസ് ഒന്ന് ക്ലച്ച് പിടിക്കാനായിട്ട്. അതായത് നമ്മളെ ചോദിച്ച് ഈ ബ്രാൻഡ് മതി കടകളിലേക്ക് എൻക്വയറി വന്ന് തുടങ്ങിയത് റീപർച്ചേസിങ്. നമുക്ക് റീപർച്ചേസിങ് ഉണ്ട്, പക്ഷെ ഫസ്റ്റ് പർച്ചേസിങ് നമുക്ക് ആ സമയത്ത് അധികം വരും. കൊടുത്താലേ അത് അറിയുള്ളൂ. ബ്രാൻഡിന് ഒരു ഐഡന്റിറ്റി വന്നു തുടങ്ങിയില്ല. നമുക്ക് പരസ്യമില്ല, നമുക്ക് ചോദിച്ച് വരേണ്ട കാര്യമില്ല, ഒന്നുമില്ല. അപ്പോൾ കടക്കാരൻ ഒരു ഷോപ്പിൽ ഒരാള് എടുത്ത് കൊടുത്ത് കസ്റ്റമറിന് കൊടുത്ത് ഇത് കൊണ്ടുപോയി നോക്ക്, ഇത് നല്ല ഐറ്റമാണ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയിട്ട് പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നില്ല ആ സാധനം താട്ട എന്ന് പറഞ്ഞ് ആയി മൗത്ത് പബ്ലിസിറ്റി ആയി വരാനെടുത്തത് ഒരു 3 വർഷമെങ്കിലും ചുരുങ്ങിയത് എടുത്തിട്ടുണ്ടാവും. മനസ്സിലായി. അതായത് ഒരു പ്രാവശ്യം ഒരാൾ മേടിച്ചത് പിന്നെയും മേടിക്കും, പക്ഷെ ആ ഒരു പ്രാവശ്യം മേടിക്കൽ പാടായിരുന്നു. അതെ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നാണെങ്കിൽ ഇപ്പൊ ഒരു കടക്കാരൻ എന്ന് പറയുന്ന ആൾ ഒരു കംഫർട്ട് സോണിലായിരിക്കും നിൽക്കണം. കാരണം അവൻ ഓൾറെഡി ഒരു കമ്പനിൻ്റെ മേടിച്ചുകൊണ്ട് നിൽക്കണം, അവനിക്ക് യാതൊരു കംപ്ലൈന്റ് ഇല്ല, ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ അവിടെ കംഫർട്ട് സോണിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അവൻ അതിൽ നിന്ന് മാറാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിനെ പതുക്കെ സാധനം വെച്ച് ഇത് വെച്ച് നോക്ക്, ഇത് വെച്ചിട്ട് വിറ്റിട്ട് കാശ് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വെച്ച് ലാസ്റ്റ് ഇപ്പം അതൊക്കെ ഇപ്പം ഞങ്ങളെ മെയിൻ കൗണ്ടറുകളായി. അതായത് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ കുറെ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് ബിസിനസ് ഒന്ന് ക്ലച്ച് പിടിക്കാൻ വേണ്ടിട്ട്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം കടക്കാരൻ വിചാരിച്ചാൽ മാത്രമേ ഇത് എന്റെ കസ്റ്റമറിൽ എത്തുള്ളൂ. പിന്നെ കമ്പാരിറ്റീവ്ലി നമ്മൾ നല്ല പ്രോഡക്റ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റിന് വാല്യൂ ഉണ്ടാവും. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എത്തിയാൽ പണി നടക്കും. അതെ, ആ ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റേറ്റിലും കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി റീപർച്ചേസിങ് നമ്മ ഗ്യാരണ്ടിയാണ്. അതെ, കൺഫേം ആണ്. അത് മിക്ക ഷോപ്പിലെ ആൾക്കാർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത സെയിലായിരിക്കുള്ളൂ പിന്നെ മുസ്ലിസിൽ നിന്നിട്ട് വരണത്. മേജർ ഷെയർ ഇപ്പോൾ മസാലൻ്റെ സെക്ഷനുകൾ നോക്കണമെങ്കിൽ ഇപ്പോൾ മേജർ ഷെയറും മുസ്ലിസിൻ്റെ കയ്യിലായിരിക്കുള്ളൂ. ഇപ്പോൾ പടിഞ്ഞാറ് വെച്ചാൽ ഞങ്ങളെ മെയിൻ കച്ചവടം നടക്കുന്ന ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റൽ ഏരിയ തന്നെയാണ്. അവിടെ ഒരു 95% ഷോപ്പുകളിൽ മുസ്ലിസിൻ്റെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ആൾക്കാർ ചോദിച്ച് മേടിച്ച് തുടങ്ങി. മുസ്ലിസ് അവരതായി മാറി. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്ക് വരാം, നാച്ചുറൽ സാധനങ്ങളാണ്, എന്തെങ്കിലും വരാം. അത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കടക്കാരൻ പറയും അത് വരാൻ ചാൻസ് ഇല്ലല്ലോ, മുസ്ലിം നല്ല ഐറ്റം ഉള്ള നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഷോപ്പിലത്തെ ആൾക്കാരായി മാറി. ഷോപ്പിൽ നിൽക്കുന്ന ചേച്ചിമാരാണെങ്കിൽ തന്നെ ഞങ്ങൾ 1 രൂപ പോലും കൊടുക്കാണ്ടാണ് അവർ നമ്മുടെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് വിൽക്കണത്. അങ്ങനെ ഇഷ്ടംമാരി ഷോപ്പുകൾ. ഇവരൊക്കെയാണ് മുസ്ലിസിനെ വളർത്തിയത്. അതുകൂടാണ്ട് കസ്റ്റമേഴ്സ് ആയാലും, കാരണം നമ്മളെപ്പോലും അറിയാത്ത ആൾക്കാരാണ് ഇന്ന് നമുക്ക് ഓർഡറുകൾ തരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ഉണ്ടാകും ചില പൊന്നാനിയിൽ ഞങ്ങൾക്ക് അറിയുന്നില്ല, അവർ ഞങ്ങൾക്ക് ഒരു വലിയ ഓർഡർ ഞങ്ങൾക്ക് കിട്ടുന്ന, ഞങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നേക്കണേ. അപ്പോൾ ഞങ്ങൾ ആലോചിക്കണം എന്തിനു വേണ്ടിയിട്ട് ഇവർ നമ്മളെ ഇന്ന് മേടിക്കണം. ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് എന്താ? ഇപ്പോഴത്തെ മുസ്ലിസിൻ്റെ എത്രാമത്തെ വർഷമാണ് നിൽക്കുന്നത്? ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ഇപ്പം നമ്മൾ 7ാമത്തെ വർഷമാണ്. 2019 നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഇപ്പോൾ 7 വർഷം ആയി എന്ന് പറയാം. 7 വർഷം ആകുന്നു. 7 വർഷം. അപ്പൊ ഈ 7 വർഷത്തിൽ ആക്ച്വലി നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളുടെ ബ്രാൻഡ് അവൈലബിൾ ആണ്? എവിടെയൊക്കെ അവൈലബിൾ ആണ്? നമ്മൾ ഉള്ളതെന്ന് വെച്ചാൽ മധ്യ കേരളമാണ് ഇപ്പോൾ മുസ്ലിസ്
നമ്മൾ ശരിക്കും വിസിബിൾ ആയിട്ടുള്ള സെയിൽ കാണുന്നത് ശരിക്കും മധ്യ കേരളത്തിൽ. മധ്യ കേരളമാണ്. അതെന്ന് വെച്ചാൽ എറണാകുളം, തൃശ്ശൂർ ജില്ല, ഈ മലപ്പുറം ജില്ല, പാലക്കാടിൻ്റെ ഒരു ചെറിയൊരു ഭാഗം, പിന്നെ തൊടുപുഴ, ഇടുക്കി ഭാഗങ്ങളിലാണ് മുസ്രീസ് ഇപ്പോൾ നന്നായി കച്ചവടം ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ മുസ്രിസിന് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട്? ഇപ്പൊ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി. ബാക്കി ചിക്കൻ മസാല ഉണ്ട്, മീറ്റ് മസാല, ചിക്കൻ മസാല എന്നൊക്കെ പറഞ്ഞ കണ്ണൊക്കെ അല്ല തുറന്നല്ലോ. കാരണം ആ ചിക്കൻ മസാല ചിക്കൻ മസാല ചിക്കൻ മസാല ഉണ്ട്. ചിക്കൻ മസാല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഇതിന്റെ റെസിപ്പിയൊക്കെ കണ്ടെത്തി കൊണ്ടുവരുന്നത്. ഈ ചിക്കൻ മസാല ആയാലും സാമ്പാർ ആയാലും അത് നമ്മൾ യൂട്യൂബിൽ 3-4 കുക്കറി ഷോയിലൊക്കെ അതിൽ എത്ര ഗ്രാം അതൊക്കെ വെച്ചിട്ടാണ്. പിന്നെ മറ്റേ സാധനം നമ്മൾ കേക്ക് ഉണ്ടാക്കൂലേ, കേക്ക് ഉണ്ടാക്കുന്ന ആ സ്പൂണില് ഓരോ വെയിറ്റ് എടുത്ത് നോക്കി ആ ക്വാണ്ടിറ്റി വെച്ച് ആദ്യം പൗഡർ ഉണ്ടാക്കി അത് ട്രയൽ ചെയ്ത് നടക്കൂല, അപ്പൊ ഇത് ഇച്ചിരി കൂട്ടി നോക്കി അങ്ങനെ ട്രയൽ റൺ ചെയ്താണ് ഈ പറഞ്ഞ എല്ലാ മസാലയും നമ്മൾ ഫൈനലൈസ്. ഇത് വീട്ടിൽ തന്നെയല്ലേ സംഭവിച്ചിരുന്നത്? അവിടെ ഉള്ളവര് തുമ്മി ഒരു പരിവായി ഉണ്ടാവില്ല. ഈ മസാലയിലേക്ക് വന്നപ്പോ തന്നെ നമ്മൾ ഗോഡൌൺ ആയി തുടങ്ങി. മസാല ട്രൈ ചെയ്തത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിക്സില്ലേ നോർമൽ അതിൽ പൊടിച്ച് ഒരു സാമ്പിൾ ഉണ്ടാക്കിയിട്ട് ആ സാമ്പിളിനാണ് നമ്മൾ ക്വാണ്ടിറ്റിയിലേക്ക് ആക്കിയത്. പക്ഷെ എന്നാൽ പോലും ബേസിക് നമ്മ എന്താണ് വീട്ടിൽ കറി വെച്ച് ആ ടേസ്റ്റ് നമുക്ക് റെഡി ആയ ശേഷം മാത്രമാണ് നമ്മൾ ഫിക്സ് ആക്കിയത്. ഇപ്പോൾ അച്ചാർ പൊടി ഉണ്ട്, ഇപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ മസാലകളും. ചിക്കൻ, മീറ്റ്, സാമ്പാർ, ഗരം, പിന്നെ എന്താണ് ചിക്കൻ, മീറ്റ്, സാമ്പാർ, ഗരം, ഫിഷ് മസാല, ഇല്ല ഫിഷ് മസാല, 65, ഇതെല്ലാം തന്നെ വീട്ടിൽ ട്രയൽ റൺ ചെയ്ത് ആ പരിപാടി ഓക്കെ ആണ് എന്ന് ഫിക്സ് ചെയ്ത ശേഷം മാത്രമാണ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയത്. അതായത് നിങ്ങൾ പരീക്ഷിച്ച് നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സിന് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് പുറത്തേക്ക്. ഞങ്ങളത് മാത്രല്ല, ഞങ്ങള് അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഞങ്ങളെ വേണ്ടപ്പെട്ട കുറച്ച് നല്ല ജെന്യുവിനായിട്ട് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഷോപ്പിലെ ആൾക്കാർ, അവർക്കൊക്കെ നമ്മൾ ആദ്യം തന്നെ സാമ്പിൾ കൊടുക്കും. എന്നിട്ട് അവര് പറയുന്നത് എന്താണ് അപ്പൊ പക്ഷെ നല്ല അഭിപ്രായവും നമുക്ക് കറക്റ്റ് കിട്ടണം, മാർക്ക് കറക്റ്റ് കിട്ടണം. അപ്പൊ ഇപ്പൊ സാമ്പാറാണെങ്കിൽ തന്നെ നമ്മൾ 3-4 പ്രാവശ്യം ടെസ്റ്റ് അടിച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങൾ. കാരണം വെച്ചാൽ കൊടുക്കുമ്പോൾ പറയും ഇവിടെ കായം കൂടുതലാണ്, അല്ലെ കായം കുറവാണ്, അല്ലെങ്കിൽ ഉലുവന്റെ കുത്ത് കൂടി, അല്ലെങ്കിൽ കാശ്മീരി കൂട്ടിയപ്പോ കൂടുതലാണ്, അപ്പൊ അതിന്റെ കളറ് കൂടുന്നുണ്ട്. ഇപ്പൊ സാമ്പാറാണ് അങ്ങനെ. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ആദ്യം ഒരു മസാല കൂട്ടുണ്ടാക്കി. എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ ഇഷ്ടമാണ്. അപ്പൊ ഈ കസ്തൂരി മീത്തി അതില് നോർത്ത് ഇന്ത്യൻ ഇതിൽ കസ്തൂരി മീത്തി കൂടുതലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മസാലയിൽ എന്ത് ചെയ്ത് കസ്തൂരി മീത്തി ഇട്ടു. അപ്പൊ ഓൾറെഡി ഉലുവുണ്ട് അതില്, ഉലുവേന്റെ തന്നെ കുറച്ചും കൂടി ഞാൻ ഈ കസ്തൂരി മീത്തി ഇട്ടപ്പോള് ഇത് അപ്പൊ എന്റെ നമ്മളവിടുത്തെ ഒരു ഇക്കാന്റെ ഉമ്മ ഉണ്ട്, ഉമ്മ പറഞ്ഞു അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് അതെ അപ്പൊ അവര് നന്നായിട്ട് പാചകം ചെയ്യണേണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ സാധനം അങ്ങോട്ട് എടുത്ത് മാറ്റി. ഇതെടുത്ത് മാറ്റിയപ്പോൾ നമ്മളിവിടുത്തെ ടേസ്റ്റിനായിട്ട് അങ്ങോട്ട് മാച്ചായി, സാധനം അങ്ങോട്ട് കയറി ക്ലച്ച് പിടിച്ച്. ഇപ്പോൾ ഒരു 1.5 ടണ്ണ് മാസം ഈ ചിക്കൻ മസാല വിറ്റു. പിന്നെ സാമ്പാറായാലും സാമ്പാർ ഈ ചിക്കൻ മസാല കേറി ക്ലച്ച് പിടിച്ച് മുസ്ലിസിന്റെ ചിക്കൻ മസാല ഉണ്ട്, സാമ്പാറിന്റെ മസാല ഉണ്ട്, അച്ചാർ പൊടി, മീറ്റ് മസാല, പിന്നെ ചിക്കൻ 65, പിന്നെ പെപ്പർ, ചില ഒരു നോർമൽ സ്പൈസസ് സ്പൈസസിന്റേതായ എല്ലാവിധ ഐറ്റംസുകൾ മുസ്ലിസ്. ഇത് ഈ പൊടിച്ച സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ഓൾ സ്പൈസസ് ഉണ്ട്, കടുക്, ഉലുവ, ജീരകം, പെരിഞ്ജീരകം, ക്യുമിന്, ഡ്രൈ ജിഞ്ചർ, അതിന്റെ പൗഡറുകളുണ്ട്. അപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞ കറക്റ്റ് ആണ് അല്ലെ? നമ്മുടെ ഭക്ഷണമായാലും ജീവിതമായാലും സ്പൈസ് ചെയ്യാൻ മുസ്ലിം സ്പൈസിന് പറ്റും അല്ലേ? ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ക്വാളിറ്റിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്ന ഒറിജിനൽ സാധനം എന്നുള്ളത്. അതല്ലാണ്ട് മുസ്ലിം സ്പൈസസ്, അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളായിട്ടല്ലാണ്ട് ഒരു സാധാരണക്കാരിയായിട്ട് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ മുന്നിൽ വളരെ വെറ്ററൻ ആയിട്ടുള്ള സ്പൈസ് ബ്രാൻഡുകൾ കുറേ ഉണ്ട്. ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എന്തിനു മുസ്ലിംസിന് ഉപയോഗിക്കണം, ഇതൊരു പുതിയ ബ്രാൻഡല്ലേ എന്ന് ആളുകൾ ചോദിക്കാമല്ലോ. അങ്ങനെ ചോദിക്കുന്നവരോട് അതർ ദാൻ ക്വാളിറ്റി എന്താ പറയുക? ഒരു കമ്പനിയും പറയൂല അവരുടെ പ്രൊഡക്റ്റ് മോശമാണെന്ന് പറയില്ല.
എല്ലാ കമ്പനിയും ഒരിക്കലും പറയില്ല. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്രിസ് ഇത്ര നാൾ നിലനിന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പരസ്യമില്ല, ഒന്നുമില്ലാണ്ട് പൂജ്യത്തിൽ നിന്ന് വന്ന സ്ക്രാച്ചിൽ നിന്നാണ് മുസ്രിസ് വന്നേക്കുന്നത്. അത് ഇന്നിപ്പോൾ ഒരു ഇത്രയും ഒരു മോശമല്ലാത്തൊരു ടേൺ ഓവറിലേക്ക്, മോശമല്ലാത്തൊരു എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് ക്വാളിറ്റിയും ഞങ്ങൾ സർവീസും കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആ ഏരിയ നോക്കണമെങ്കിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മഞ്ഞൾ പൊടിക്കുന്നത് തനിച്ചുള്ള മെഷീനിലാണ് പൊടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറിൻ്റെ അല്ല, എന്ന് വെച്ചാൽ കാരണം ഈ അമ്പലങ്ങളിൽ പൂജക്ക് ഉപയോഗിക്കുന്നതാണ് മഞ്ഞൾ. അപ്പം ഞങ്ങൾ ഒരു എന്താ പറയുക, എല്ലാ പൂജ കടകളിലേക്കും മഞ്ഞൾപ്പൊടി സപ്ലൈ ചെയ്യുന്നത് മുസ്രിസാ ആ ഏരിയയിൽ മൊത്തം. കാരണം വെച്ചാൽ തനിച്ചടി എന്നാ പറയാ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സെപ്പറേറ്റ് ആയിട്ടാണ് മഞ്ഞൾ പൊടിച്ചെടുക്കുന്നത്. കാരണം അതിൽ നമ്മൾ പറയും വെറുതെ ആ മുളക് പൊടിക്കുന്ന മെഷീനിൽ നമുക്ക് ഒരിക്കലും മഞ്ഞൾ പൊടിക്കാൻ പറ്റില്ല. പൊടിക്കാം, ആരും കണ്ടെത്താൻ പോണില്ല. എല്ലാവരും ചെയ്യണത് അങ്ങനെ, അത് ക്ലീൻ ചെയ്തിട്ടാണ് ഇത് പൊടിക്കുന്നത്. പക്ഷെ മുസ്രിസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ പൊടിക്കുന്ന മെഷീനിൽ മാത്രമേ മഞ്ഞൾ പൊടിക്കുള്ളൂ. അതാകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കത് പറഞ്ഞ് വിൽക്കാം. മഞ്ഞൾ വെച്ചാൽ നമ്മളടുത്ത് ചോദിക്കും. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗമായതുകൊണ്ട് ധാരാളം, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല ആയതുകൊണ്ട് ധാരാളം അമ്പലങ്ങളുണ്ട്. ഈ അമ്പലങ്ങളും അതിനോട് ചുറ്റിപ്പറ്റിയിട്ട് കുറേ പൂജാ കടകളുണ്ട്. ഈ പൂജാ കടകളിലേക്ക് മഞ്ഞളിൻ്റെ ആവശ്യമുണ്ട്. ഈ മഞ്ഞളുകളിൽ എല്ലാ സ്റ്റോറുകളിലേക്കും മഞ്ഞൾ പോണത് മുസ്രിസിൽ നിന്നാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അത് പറഞ്ഞ് തന്നെയാണ് കച്ചവടം ചെയ്യണത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കടയിലും മുസ്രിസിൻ്റെ മഞ്ഞളുണ്ടാവും. ഈ മഞ്ഞളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം. മഞ്ഞളിൽ ബേസിക്കലി നമ്മൾ, അതായത് ഈ അടുത്തായിട്ട് കുറേ കേട്ട് വരുന്നൊരു സാധനമാണ് മഞ്ഞളിൽ കുർക്യുമിൻ എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണ് മഞ്ഞൾ ഇത്ര എന്താ പറയുക ഗോൾഡൻ സ്പൈസ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ മിക്കവാറും എല്ലാവരും പറയുന്നത് നമ്മൾ മലയാളികൾക്ക് കിട്ടുന്ന മഞ്ഞളിൽ കുർക്യുമിൻ ഇല്ല. ഇതൊക്കെ ഊറ്റിയെടുത്ത് ഫോറിനേഴ്സിനൊക്കെ കൊടുത്തിട്ടാണ് ഇവരത് നമുക്ക് തരുന്നത് പൊടിച്ചിട്ട് എന്ന്. ഈ സ്പൈസസിൽ ഇത്രയും കാലം എക്സ്പീരിയൻസ് ഉള്ള നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കുറെയൊക്കെ ശരിയാണെന്ന് പറയാം. അങ്ങനെ സംഭവിക്കുന്നുണ്ട്, മാർക്കറ്റിലുണ്ട്. കാരണം അതിൻ്റെ ഇതെടുത്ത് മാറ്റി, സത്തെടുത്ത് മാറ്റിയതിന് ശേഷം വരുന്ന ഒരു ഇത് മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞത് അത് നോട്ട് ഫോർ ഹ്യൂമൻ യൂസ് എന്നാണ് പറയണത്. അത് ഒന്നില്ലെങ്കിൽ കാലിത്തീറ്റയോ അല്ലെങ്കിൽ അഗർബത്തീസ് ഉണ്ടാക്കാനോ ഇതിനൊക്കെയാണ് പോകണം. അത് വേറൊരു സൈഡാണ്. പക്ഷേ മുസ്രിസിനെ കുറിച്ചിട്ട് പറയണത്, മുസ്രിസിൻ്റെ മഞ്ഞളിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2.5 മേലേക്കോ അല്ലെങ്കിൽ 3 സംതിങ് ആ എബോയിലേക്കാണ് നമ്മൾ കുർക്കുമിൻ കണ്ടന്റ് ഉറപ്പ് വരുത്താറുണ്ട്. കാരണം നമ്മളൊരു ബാച്ച് ആദ്യം തന്നെ എടുത്തിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഫുൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പാക്ക് ചെയ്യുള്ളൂ. കാരണം ഈ മഞ്ഞൾ ആൾക്കാർ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ കറിയിലെ വിഷാംശം പോകാനോ ഇതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വെറും മഞ്ഞപ്പൊടി വിറ്റതുകൊണ്ട് കാര്യമില്ല. വെറുതെ 10 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ കച്ചവടം ചെയ്യും. മഞ്ഞപ്പൊടിയല്ല ഇത്, ശരിക്കും മഞ്ഞൾപ്പൊടിയാണ്. അത് മുസ്ലിസിലെ അതിൽ പറയണമെന്ന് വെച്ചാൽ പാക്കറ്റുമ്പോൾ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട് മഞ്ഞ ഇത് കണ്ണ് മഞ്ഞളിക്കണ്ടെന്ന്. ഇപ്പം ഞാനൊക്കെ വീട്ടിൽ സ്പൈസസ് മേടിച്ചാൽ ഇത് തീരുന്നത് വരെയാണ് അതിൻ്റെ എക്സ്പയറി. നമ്മളിതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ടേ ഇല്ല. ബാക്കിയെല്ലാം അങ്ങനെ നോക്കിയെടുക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇത് ഞാൻ നോക്കാറേ ഇല്ല. കാരണം ഇത് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇട്ട് ഇത് തീരുന്നത് വരെയാണ്. പിന്നെ പൊടികൾ അങ്ങനെ അത്രയും കാലം, പക്ഷെ ഹോൾ സ്പൈസസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ശരിക്കും ഈ സ്പൈസസിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? എക്സ്പയറി ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂപ്പൽ അങ്ങനത്തെ കാര്യങ്ങൾ വരണ വരെ ഇത് ഉപയോഗിക്കാം. അത് കറക്റ്റ് നമ്മളത് വെയിൽ കൊള്ളിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരാളെൻ്റെ അടുത്ത് ചോദ്യം ജീരകം അവരെ വീട്ടിൽ അവരെവിടെ നിന്ന് മേടിച്ച ജീരകമാണ് അതിനെന്തോ വെള്ള കളർ വരണം എന്നുള്ളത്. അത് പൂപ്പലാണ്. അത് നമ്മുടെ ഈ കേരളത്തിൻ്റെ കാലാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, കണ്ടാമിനേഷൻ വരാം. അതിന് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുരുമുളകായാലും അത് എന്ത് മല്ലിയായാലും എന്ത് സാധനമായാലും നമുക്ക് ഉപയോഗിക്കാം. ഈ ഏറ്റവും കൂടുതൽ മായം ചേർത്ത് വരുന്നു എന്ന് പറയുന്ന സാധനമാണ് ഈ പൊടികൾ. കാരണം ഇപ്പൊ വന്ന് മുളക് പൊടിയൊക്കെ എടുത്ത് ഇതിന്റെ അകത്ത് ഇഷ്ടികപ്പൊടിയാന്നുള്ളൊരു തോട്ട് നമുക്ക് തന്നെ വരാൻ തുടങ്ങി. അതൊക്കെ വെറുതെ മിത്താണ്. അതൊക്കെ ആരാണ് ഇവിടെ അതൊക്കെ വെറുതെ പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. ഇതുവരെ മണ്ണടിക്കൂലേ? പിന്നെ ഇത്ര വില കൊടുത്ത് ഇഷ്ടിക മേടിച്ചിട്ട് പൊടിച്ച് ഇത്ര വില കുറച്ച് എങ്ങനെയാ കൊടുക്കുന്നതെന്നല്ലേ? അതൊക്കെ വെറുതെയാണ്. ചില ഗ്രേഡുകളാണ്. മുളകിൽ ഇപ്പൊ നമ്മളൊരു ആപ്പിൾ എടുത്ത് നോക്കണമെങ്കിൽ പല ടൈപ്പ് ആപ്പിളുകളുണ്ട്. ഈന്തപ്പഴം നോക്കണമെങ്കിൽ പല ടൈപ്പ് ഈന്തപ്പഴം ഉണ്ട്. നമുക്ക് 100 രൂപ തൊട്ടിട്ട് 5000 അല്ലെങ്കിൽ അതിന്റെ മേലേക്ക് വില ഉള്ള ഈന്തപ്പഴം ഉണ്ട്. പക്ഷെ ഇത് ജ്യൂസ് അടിച്ച് അറിയണില്ല ഏത് ഈന്തപ്പഴമാണ് അടിച്ചേക്കണെന്നുള്ളത്.
അപ്പോൾ നമ്മൾ അതേ കൂട്ടാണ് മുളകുകൾ വരണത്. പല ഇനങ്ങൾ 100 രൂപക്ക് ഉണ്ട്, 50 രൂപക്ക് ഉണ്ട്. 50 രൂപേൻ്റെ മുളകും 200 രൂപേൻ്റെ മുളകും മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസം കാണിക്കില്ല. അപ്പോൾ മിക്സിങ്ങിലാണ് ചില ആൾക്കാർ ആ പൈസ, അല്ലാണ്ട് ഇഷ്ടമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ, പക്ഷെ അങ്ങനെ ഒന്നുമില്ല, എൻ്റെ അറിവിലില്ല. ഞാനിപ്പോൾ പല സ്ഥലങ്ങളിലും പോയി ട്രാവൽ ചെയ്യണേന് ഞാനിതുവരെയായിട്ടും അങ്ങനത്തെ ഒരു ഇത് കണ്ടു. ഗ്രേഡ് കുറവുള്ളതും കൂടിയതും മിക്സ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്നതിന്റെ വ്യത്യാസമായിരിക്കും അല്ലേ? ഇതിൽ മായമുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സ്പൈസസിന് സാധാരണക്കാർക്ക്? ഇതൊക്കെ ക്രോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഇതിന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടിയാണ് പിന്നെ മുളകാണെന്നുണ്ടെങ്കിൽ കേരളത്തിലത്തെ മുളകല്ലല്ലോ മുളക് പൊടിയാവുന്നേ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് നടക്കില്ല അല്ലെ? മായം കണ്ടുപിടിക്കലൊന്നും നടക്കില്ല. നോർമൽ നല്ല ബ്രാൻഡുകളോ അല്ലെങ്കിൽ ഉപയോഗിച്ച് പ്രാവശ്യം പറ്റില്ലെങ്കിൽ എടുത്ത് മാറ്റണം. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. നമ്മൾ ഒരെണ്ണത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഇപ്പോൾ ഒരു സാധനത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊന്നും യൂസ് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് എങ്കിലും നമ്മൾ കാണിക്കണം. ഇപ്പം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പം ഒരു തവണ ടേസ്റ്റിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കരുത് നമ്മളുടെ കുക്കിങ്ങിൻ്റെ പ്രശ്നമായിരിക്കണം എന്നുള്ളത്. മേ ബി ആ പ്രോഡക്റ്റിൻ്റെ പ്രശ്നം ഉണ്ടാകാം. അപ്പോൾ ഒന്ന് ഒരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പൊടിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരേ സാധനം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതിൻ്റെ ഇപ്പം ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കാം. ഇപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും മുസ്രിസിന്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. യു ആർ ആക്ച്വലി വർക്കിംഗ് വിത്ത് TCS അല്ലേ? TCS വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ നിന്ന് നേരെ റിജാസിന്റെ കൂടെ ജോയിൻ ചെയ്യാം എന്ന് വിചാരിക്കാൻ കാരണം എന്താ? അത് വിചാരിച്ചതല്ല, ഞാൻ വിചാരിപ്പിച്ചതാണ് സത്യത്തിൽ. ഞാൻ ഇതിലേക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു 3 വർഷത്തോണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് ഗ്രോത്ത് എടുത്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. കാരണം വെച്ചാൽ എനിക്ക് ഓഫീസിൽ ആൾക്കാർ വേണം, വെച്ചാൽ നമ്മുടെ ഒരാൾ വേണം, പ്രൊഡക്ഷനിൽ ആൾ വേണം, ഞാൻ പർച്ചേസോ അല്ല എന്നുണ്ടെങ്കിൽ സെയിൽസിന് മാർക്കറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ പോവും. അപ്പോൾ നമുക്ക് എല്ലാം കൂടി അപ്പോൾ നമ്മളതായ ആൾക്കാരും കൂടി വേണം. അപ്പോൾ ഞാൻ പതുക്കെ കൺവിൻസ് ചെയ്ത് പതുക്കെ ആളെ കൊണ്ട് ഞാൻ നല്ല സുഖമായിട്ട് വർക്ക് ചെയ്യണേ, അതെ നല്ലൊരു എംപ്ലോയി ആയിരുന്നു. അല്ല, വളരെ സുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ചെയ്യേണ്ടത് മാത്രം ചെയ്താൽ മതിയല്ലോ. എനിക്ക് ഹെഡ് ഏക്ക് എടുക്കേണ്ട കാര്യമില്ല. പറ്റാത്ത കാര്യം മറ്റാൾക്ക് കൊടുക്കുക. ടൈം ആകുമ്പോൾ സ്വൈപ്പ് ഔട്ട് ചെയ്യാൻ സുഖമായി ജീവിച്ചിരുന്ന ആളാണ്. അതെ, ലിമിറ്റഡ് ടൈം മതി. വിചാരിക്കണേലും മുന്നേ നമ്മ വിചാരിക്കണ എമൗണ്ട് അക്കൗണ്ടിലെത്തും. നല്ല പോയി വർക്ക് ചെയ്യേണ്ട വീട്ടിൽ വർക്ക് ചെയ്താൽ മതി. നല്ല സുഖത്തിൽ പോയി കംഫർട്ടായിരുന്നു. ഇപ്പൊ സുഖത്തിന് അല്ല, കച്ചവടമാകുമ്പോൾ അതിൻ്റെതായ ഇതുണ്ടാവും. നമുക്ക് രാവിലെ ആയിരിക്കുള്ള വല്ല ടാസ്കുകൾ കയറി വരുന്നത്, നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാവും, മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചിരുന്ന ഞാനാണ്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞ ചില്ലറ എന്റെ കംഫർട്ടിനെക്കാട്ടിയും ഋജുക്കുള്ള ആള് വർക്ക് ചെയ്യണ ഒരു സംഭവം നമ്മൾ കണ്ടോണ്ടിരിക്കണല്ലോ. പാഷൻ മാത്രമല്ല, ആള് എടുക്കുന്ന സ്ട്രഗിളൊക്കെ നമ്മൾ കൊണ്ടോണ്ടിരിക്കണേണ്. അപ്പോൾ നമ്മളത്ര ബെസ്റ്റ് ഒന്നും അല്ലെങ്കിൽ പോലും നമുക്ക് ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇച്ചിരി റിലീഫ് ആവും. പക്ഷേ വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് വന്നത് കൊണ്ടാണ് ഈ ആ ഫസ്റ്റത്തെ 3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ബാക്കിയുള്ള 3-3.5 വർഷത്തുകൊണ്ട് മുസ്രിസ് അന്നത്തേലും വളരെ വേഗത്തിൽ പോയത് ആള് വന്നതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ പറയുന്ന ഈ ബാക്ക് എൻഡ് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിലുള്ള വർക്കുകളോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് മുസ്രിസിൽ ഉപയോഗിക്കുന്നത് സെയിൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് വർക്ക് നോക്കുന്നത് ആളാണ്. അതായത് മാർക്കറ്റിംഗ്, സെയിൽസ്, ഈ കസ്റ്റമർ സാധനങ്ങളൊക്കെ റിജാസ് നോക്കുമ്പോൾ ഇതിന്റെ ഫുള്ള് ബാക്കിലെ ടെക്നിക്കൽ പരിപാടികളൊക്കെ നോക്കുന്നത് റുമാലാണ്. അതെ, അപ്പോൾ അതും ഇപ്പോൾ എനിക്കൊരു മെയിൽ വിടാൻ തന്നെ അറിയില്ല. അപ്പോൾ പക്ഷേ നമുക്ക് ഡെയിലി 3-4 മെയിൽ വിടേണ്ട കാര്യങ്ങളുണ്ട്, ഡെയിലി അടക്കണം. അപ്പോൾ ഇതെല്ലാം അതൊരു സിസ്റ്റം ആയി വന്നത് ആൾ വന്നതുകൊണ്ടാണ്. കാരണം ആൾ ആ TCSയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി. എങ്ങനെ ഒരാൾ വരുമ്പോൾ ഇപ്പോൾ ഞാനൊക്കെ നാളെ തുടങ്ങി പണിക്ക് വരാമെന്ന് പറയാം. ഇവരെന്ന് പറയുമ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വിടും,
ഒരാൾ റിലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ കറക്റ്റ് ഇത് എല്ലാം ഒഫീഷ്യലി അതെ, ബ്രാൻഡിന്റെ ഒഫീഷ്യലി അതെ ഒരു പേ സ്ലിപ്പ് എന്ന് പറഞ്ഞ സാധനം വന്നത് ആള് വന്നപ്പോഴാണ് നമ്മളവിടെ ഏറ്റവും മിനിമം ഏറ്റവും ബേസിക് അല്ല മറ്റേതാണ് എത്ര അതെ നമ്മളാ സെറ്റപ്പായിരുന്നു. പക്ഷെ ആള് വന്നതിന് ശേഷമാണ് ഒരു കറക്റ്റ് ഒരു സിസ്റ്റം അതെ അതെ ഹൈയാർ എന്ന് അത് വന്നത്, ഇതൊക്കെ വന്നത് അവര് വന്നപ്പോഴാണ്. നിങ്ങൾ പറഞ്ഞ കഥയിൽ നിന്നൊക്കെ ബ്രാൻഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇത് കൂടാണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് എന്തെങ്കിലും കൂടെ ഒക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. മുസ്ലിസിനെ ഒരുവിധം ആൾക്കാർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവര് ഉപയോഗിച്ച് നോക്കാം. എപ്പോഴും നല്ലത് മാത്രം വിൽക്കോളൂ, അല്ലെങ്കിൽ അങ്ങ് പൂട്ടും. ആ മൂടാണ്. അതായത് ഇപ്പം റേറ്റ് ഇപ്പം മാർക്കറ്റിൽ ഇപ്പം റേറ്റിൻ്റെ ഇഷ്യൂസ് വരണേല് ക്രോപ്പിൻ്റെ ഇതൊക്കെ വരണ അനുസരിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ആ റേറ്റിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി നമ്മൾ കുറയ്ക്കേണ്ടി വരും. ആ ടൈമിലൊക്കെ ആണെന്ന് നമ്മൾ കുറച്ച് ടൈറ്റ് ആവുകയാണെങ്കിലും നമ്മൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കോംപ്രമൈസ് ചെയ്യാണ്ട് കുറച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെയാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളൂ. കാരണം മുസ്ലിസിന് ഒരു ട്രസ്റ്റ് എല്ലാവരുടെയും വന്നിട്ടുണ്ട്. അതായത് നമ്മ പാക്കറ്റിൽ ഇനി കൊള്ളില്ലാത്ത കൊടുത്തു കഴിഞ്ഞാലും അവരെന്താണ് വിശ്വസിക്കുക, മുസ്ലിസിനെ നല്ലതായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അല്ല വേടിക്കാൻ ആളുണ്ട്, പിന്നെ നമ്മളെന്തിനു ഞാനാ ചിന്താഗതിയാണ്. കാരണം എൻഡ് യൂസർ എപ്പോഴും അതായത് നമ്മൾ ഓരോ വീട്ടിലത്തെ ആൾക്കാരും അമ്മമാരെ യൂസ് ചെയ്യണമെങ്കിൽ അടുക്കളയിലുള്ളവർക്കാണ് ആ സാധനത്തിന്റെ വില അറിയുള്ളൂ. ഒരു രുചി ഇല്ല എന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അമ്മമാരുടെ പ്രശ്നമല്ല, അത് പ്രൊഡക്റ്റിന്റെ പ്രശ്നം എപ്പോഴും വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു വിശ്വാസമുള്ളത് കാരണം തന്നെ നമുക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു സംഭവം. രണ്ടാമത്തത് നമ്മളെ മധ്യ കേരളത്തിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയ കമ്പനീസിൻ്റെ അടുത്ത്. ഞങ്ങള് നല്ല കോമ്പറ്റീഷൻ നല്ല രീതിക്ക് യുദ്ധം വെട്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഏകദേശം 4500 കൗണ്ടറിലേക്ക് ഡയറക്റ്റ് സപ്ലൈ ആണ് മുസ്ലിസിന്. അതത്ര സിമ്പിൾ കാര്യമല്ല, അത് വെറുതെ പറ്റില്ല. അവരുടെ കൗണ്ടർ ആയിരുന്നു ഈ 4000. ആ 4000 കൗണ്ടർ ഇന്ന് മുസ്ലിസിൻ്റെത് ആവണമെന്നുണ്ടെങ്കിൽ മുസ്ലിസ് അത്രയും ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് എൻ്റെ യൂസറിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രേ ഉള്ളൂ അല്ലെ. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം മേടിച്ച് ഉപയോഗിക്കാം, ബാക്കി നിങ്ങളുടെ ഇഷ്ടം അല്ലെ. ഇനിയിപ്പോ സ്പൈസസ് മാത്രമാവാണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ വികസിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെ നമുക്ക് കിട്ടട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.